പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയും വിപുലീകരണവും ഉടൻ ഉണ്ടായേക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. മെയ് 21-ന് കേന്ദ്ര മന്ത്രിസഭാ കൗൺസിലിന്റെ നിർണായക യോഗം വിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോദി 3.0 സർക്കാരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്ന സൂചനകൾക്കിടയിലാണ് ഈ സുപ്രധാനമായ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെ നേതൃത്വത്തിൽ പാർട്ടിയുടെ ദേശീയ തലത്തിലും മാറ്റങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. സർക്കാരിന്റെയും പാർട്ടി തലത്തിലെയും പുനഃക്രമീകരണം ലക്ഷ്യമിട്ട് പാർട്ടിക്കുള്ളിൽ ചർച്ചകൾ ശക്തമായതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2027-ൽ നടക്കുന്ന 7 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വച്ചാണ് മന്ത്രിസഭാ പാർട്ടി തലപ്പത്തെ പുനഃസംഘടന. നിർണായക തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾക്ക് മുന്നോടിയായുള്ള രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായാണ് BJPയുടെ ഇരട്ട നീക്കമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. പുതിയ BJP ദേശീയ നേതൃത്വത്തെക്കുറിച്ചുള്ള കൂടിയാലോചനകൾ അന്തിമ ഘട്ടത്തിലാണെന്നും കേന്ദ്ര സർക്കാരിലെ പുതിയ മന്ത്രിമാരുടെ ചുമതലകളിലെ മാറ്റങ്ങളെക്കുറിച്ച് ചർച്ചകൾ തുടരുകയാണെന്നും പാർട്ടി വൃത്തങ്ങൾ പറയുന്നുണ്ട്. 2014-ൽ മോദി സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ 6 മാസത്തിന് ശേഷം നവംബറിലാണ് മന്ത്രിസഭയിൽ ആദ്യ അഴിച്ചുപണി നടന്നത്. പിന്നീട് 2016 ജൂലൈയിലും 2017 സെപ്റ്റംബറിലും ഇത് തുടർന്നു. നിരവധി മന്ത്രിമാർക്ക് സ്ഥാനക്കയറ്റം നൽകുകയോ വകുപ്പുകൾ മാറ്റി നൽകുകയോ ചെയ്തിരുന്നു. മോദിയുടെ 2ാം ടേമിൽ 2021 ജൂലൈയിൽ പ്രധാന മന്ത്രിസഭാ പുനഃസംഘടന നടന്നിരുന്നു. കൂടാതെ 2023 മെയ് മാസത്തിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ വീണ്ടും പുനഃസംഘടിപ്പിച്ചു. ഈ പശ്ചാത്തലത്തിൽ മോദി സർക്കാരിന്റെ 3ാം ടേം ഈ ജൂണിൽ 2 വർഷം പൂർത്തിയാകുന്നതോടെ മന്ത്രിസഭയിൽ ഒരു അഴിച്ചുപണിക്ക് സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ അത് നടക്കുമെന്നാണ് പാർട്ടി അനുയായികളുടെ നിഗമനം. നിലവിൽ 72 കേന്ദ്ര മന്ത്രിമാരാണ് ഇപ്പോൾ ഉള്ളത്. ഭരണഘടന അനുസരിച്ച് 81 മന്ത്രിമാരെ വരെ നിയമിക്കാം. മന്ത്രിസഭയിൽ പുതിയ ചില മന്ത്രിമാരെ ഉൾപ്പെടുത്തുകയും മറ്റു ചിലരെ ഒഴിവാക്കുകയും ചെയ്യുമെന്നാണ് വിവരം. അതായത് ഈ മന്ത്രിസഭയിൽ വലിയ രീതിയിലുള്ള ഒരു കാഴ്ച വയ്ക്കാതെ, അതായത് വലിയ രീതിയിൽ അനുകൂലമായ രീതിയിലുള്ള കാഴ്ച വയ്ക്കാതെ, അതായത് മന്ത്രിപദത്തിൽ ഇരുന്നു കൊണ്ട് നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന മന്ത്രിമാരെയൊക്കെ പുറത്തേക്ക് മാറ്റുക, എന്നിട്ട് അതായത് പണിയെടുക്കുന്ന മന്ത്രിമാരെ മോദിയുടെ മന്ത്രിസഭയിലേക്ക് ഉൾക്കൊള്ളിപ്പിക്കുക. അതാണ് ഇപ്പോൾ മോദി ചെയ്യാൻ പോകുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP സംഘടനാ തലത്തിലും മാറ്റങ്ങൾ ഉണ്ടാകും. യുവ നേതൃത്വത്തെ സംഘടനാ തലപ്പത്തേക്ക് കൊണ്ടുവരാനാണ് പാർട്ടിയുടെ നീക്കം. ജനുവരി 20-നാണ് BJP ദേശീയ അധ്യക്ഷനായി നിതിൻ നബീൻ ചുമതലയേറ്റത്. പാർട്ടിയുടെ ഘടന പുനഃക്രമീകരിക്കുന്നതിൽ പാർട്ടി അധ്യക്ഷന്റെ നേതൃത്വത്തിൽ കൂടിയാലോചനകൾ നടക്കുന്നതായും റിപ്പോർട്ടുണ്ട്. പുതിയ ടീമിനെ കുറിച്ചുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്നും ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിച്ചു. തലപ്പത്ത് പരിചയസമ്പന്നരായ വ്യക്തികളെ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ പുതിയ നേതൃത്വത്തിൽ വനിതകൾക്ക് പ്രാതിനിധ്യം കൂടുതൽ ഉണ്ടാകുമെന്നും പാർട്ടി വൃത്തങ്ങൾ പറയുന്നുണ്ട്. കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർ, സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ, അതോടൊപ്പം തന്നെ എന്നിവരെല്ലാം യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. വിവിധ സർക്കാർ പദ്ധതികളുടെയും പരിപാടികളുടെയും നടത്തിപ്പ് അവലോകനം ചെയ്യുന്നതിനോടൊപ്പം വിവിധ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും പ്രവർത്തനം യോഗം വിലയിരുത്തുന്നുണ്ട്. ജൂൺ 2ാം വാരത്തോടെ മന്ത്രിസഭാ വിപുലീകരണവും അതോടൊപ്പം തന്നെ അഴിച്ചുപണിയും നടന്നേക്കുമെന്നാണ് സൂചന. പശ്ചിമ ബംഗാൾ, ആസാം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJP കാഴ്ചവെച്ച മികച്ച പ്രകടനവും പുതുച്ചേരിയിൽ NDA സർക്കാർ തിരിച്ചെത്തിയതും മന്ത്രിസഭാ മാറ്റങ്ങളിൽ പ്രതിഫലിക്കാനിടയുണ്ട്. ഭരണപരമായ മുൻഗണനകളും നയപരമായ തീരുമാനങ്ങളും ചർച്ച ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി കൃത്യമായ ഇടവേളകളിൽ മന്ത്രിസഭാ കൗൺസിൽ യോഗം വിളിക്കാറുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ മന്ത്രിസഭയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങളെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്കിടയിൽ മെയ് 21-ലെ യോഗത്തെ രാഷ്ട്രീയ ലോകം അതീവ ജാഗ്രതയോടെയാണ് ഉറ്റുനോക്കുന്നത്.